بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. വിഷണറി വോയ്സിൽ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് സമീർ നൂറാനി, ഡോക്ടർ സമീർ നൂറാനി. പേരാമ്പ്രയ്ക്കടുത്ത രാമല്ലൂർ ഗ്രാമത്തിൽ ജനിച്ച് അവിടുത്തെ സാധാരണ മദ്രസയിലും സ്കൂളിലും പഠിച്ച് ഒരു സാധാരണ കച്ചവടക്കാരൻ്റെ മകനായി വളർന്ന് നാട്ടിലുള്ള സംഘടനാ ബന്ധം കൊണ്ട് മദീനത്തുന്നൂറിൽ എത്തിച്ചേർന്നു. ജാമിയ മദീനത്തുന്നൂറിൽ നിന്ന് ഹയർ സെക്കൻഡറി ഇസ്ലാമിക് സ്റ്റഡീസും തുടർന്ന് സോഷ്യോളജിയിൽ ഡിഗ്രിയും ഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് സോഷ്യോളജി പഠനവും നടത്തി. അതിനുശേഷം PhD കരസ്ഥമാക്കി. കേരള യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കെ ഇപ്പോൾ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് നേടി യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ വാഷിങ്ടൺ DC അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിന് വേണ്ടി പോവുകയാണ്. ആ സമയത്ത് ആണ് നമ്മുടെ വിഷണറി വോയ്സിലേക്ക് സമീർ നൂറാനി കടന്നു വരുന്നത്. വെൽക്കം ടു ദ വിഷണറി വോയ്സ്. എന്താണ് ഈ ഒരു ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിലേക്ക് എത്തിച്ചേർന്നപ്പോൾ ഉണ്ടായ അനുഭവം, അതിലേക്ക് എത്തിച്ച രീതിയെയും എങ്ങനെയാണ് കാണുന്നത് എന്ന്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് ഇപ്പം കിട്ടിയപ്പോൾ തോന്നുന്നത്, ഉസ്താദ് ഇപ്പം പറഞ്ഞതുപോലെ നാട്ടിലെ ഏതൊരുത്തനും നിർത്താതെ പരിശ്രമം തുടർന്നാൽ ഏത് ഫെലോഷിപ്പും ഏത് ലെവൽ വരെയും എത്താൻ പറ്റും എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരിക്കലും കഴിഞ്ഞു പോയ ഇതിൻ്റെ മാർക്ക് അടിസ്ഥാനത്തിൽ നമ്മളെ തീരുമാനിക്കരുത്. നമ്മുടെ ഭാവി എന്താകണം എന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും പഠിച്ചു കൊണ്ടേയിരിക്കുക. അതിനനുസരിച്ച് നമുക്ക് റൂട്ട് തെളിഞ്ഞു വരും. നമ്മുടെ തൊട്ടിൽ മുതൽ അവസാനം കട്ടിൽ വരെ പഠനം തുടരണം. മിനൽ മഹദി ഇലല്ലഹദ്. ആ ഒരു പ്രിൻസിപ്പിൾ അത് നമ്മുടെ പൂനൂർ പഠിക്കുന്ന സമയത്ത് തന്നെ ഉസ്താദുമാർ പറഞ്ഞു തരുന്നത്. പഠിക്കുക എന്നത് ഒരിക്കലും ഏതെങ്കിലും ഒരു പർപ്പസ് നേടാനുള്ള ഒന്നല്ല. പഠിക്കുക എന്നുള്ളതിൻ്റെ ലക്ഷ്യം പഠിക്കുക എന്നുള്ളത് തന്നെ. ആ പഠിക്കുന്ന എന്തിനു പഠിക്കുന്നു എന്ന് വെച്ചാൽ പഠിക്കാൻ വേണ്ടി പഠിക്കുന്നു. ആ ഇൽമ് എന്നുള്ളത് വേറൊരു ജോലി കിട്ടാനോ അല്ലെങ്കിൽ വേറെ ഒന്നിലേക്കുള്ള മാർഗമായി കാണുന്ന സമയത്താണ് പലപ്പോഴും നമുക്ക് ഇപ്പം +2 കഴിഞ്ഞിട്ട് തന്നെ ഇത്ര നല്ല ജോലി കിട്ടുമല്ലോ, പിന്നെന്തിനാണ് ഡിഗ്രി പഠിക്കുന്നത്, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞാൽ തന്നെ ഇതിന് എക്സാം എഴുതാമായിരുന്നല്ലോ, പിന്നെന്തിനാണ് PG പഠിക്കുന്നത്. ഈ രൂപത്തിൽ ചോദ്യം വരുന്നത് പലപ്പോഴും ഏതെങ്കിലും ഒന്നിലേക്കുള്ള ലക്ഷ്യമായിട്ട് നമ്മൾ പഠനത്തെ കാണുമ്പോഴാണ്. അപ്പം പഠിക്കുന്നത് എന്തിനാണ്? ഈ വിഷയങ്ങൾ അറിയാൻ വേണ്ടി. അപ്പം ഓരോ സമയത്ത് ഇപ്പം പോസ്റ്റ് ഡോക്ക് കഴിഞ്ഞാൽ ഇനി പഠനം തുടരുമോ എന്ന് ചോദിച്ചാൽ വീണ്ടും ഇൻഷാ അല്ലാഹ് വീണ്ടും പഠനം തുടരും. കൂട്ടത്തിലൊരു പക്ഷേ വേറെ ഏതെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാവും. ഏതായാലും ഇമാം ബുഖാരി പറഞ്ഞത് തഫഖഹു ഖബ്ല അൻ തുസവ്വദു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. ലേൺ ബിഫോർ യു ലീഡ്. ലീഡർ അതിന് മുമ്പ് പഠിക്കണം. അപ്പോൾ ബുഖാരി ഇമാം അവിടെ ചേർത്ത് പറഞ്ഞു ബഅദ അൻ തുസവ്വദു, ആൾസോ ആഫ്റ്റർ ബിക്കമിങ് ദി ലീഡർ. അതിനുശേഷം പഠിച്ചുകൊണ്ടേ. കാരണം നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾ ഇപ്പം ട്രഡീഷണൽ ടെക്സ്റ്റുകളിൽ നിന്നാണെങ്കിൽ പോലും പാസ്റ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കുന്നു, അതനുസരിച്ചുള്ള മസാലകൾ പഠിക്കുന്നു. പക്ഷെ അതിൻ്റെ ആപ്ലിക്കേഷൻ പലപ്പോഴും നമ്മുടെ പ്രസൻറ്റിലും ഫ്യൂച്ചറിലും ഉണ്ടാകുന്നതാണ്. അത് പ്രസൻറ്റിൽ തന്നെ ഇന്നത്തെ പ്രസൻ്റ് ആയിരിക്കില്ല നാളെ. അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് മാറും, ടെക്നോളജി മാറും, ഇൻ്റർനാഷണൽ നോംസുകൾ മാറും. അതിനനുസരിച്ച് ആധുനിക കാലത്തിനനുസരിച്ച് ചിലപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻസ് മാറേണ്ടി വരും. മാറേണ്ടതായാലും മാറേണ്ടാത്തതായാലും മാറണമോ എന്നറിയണമെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ മദീനത്തുന്നൂറിൽ പഠിച്ചു വളർന്ന് രണ്ടാമത്തെ ആൾക്കാണ് ഇപ്പോൾ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് കിട്ടുന്നത്.
ഡോക്ടർ റോഷൻ നൂറാനി മദ്രാസ് IIT-യിൽ നിന്ന് PhD കഴിഞ്ഞു. ഹുബ്ബുർ റസൂലും മുഅ്മിനീങ്ങളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന സ്വാധീനവും എന്ന വിഷയത്തെക്കുറിച്ചായിരുന്നു അത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ US-ലെ തന്നെ ബെർക്ക്ലി യൂണിവേഴ്സിറ്റിയിലാണ് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിൽ പോയിരിക്കുന്നത്. രണ്ടാമത്തെ ആൾ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് വന്നിരിക്കുന്നതും ഇൻ്റർനാഷണൽ റിലേഷൻസിൽ പ്രധാനമായും വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണല്ലോ പഠിച്ചത് നേരത്തെയുള്ള ഡോക്ടറേറ്റിൽ. അപ്പോൾ അതിനെ തുടർന്നുള്ള പഠനങ്ങൾ തന്നെയാണ് ഇപ്പോൾ അമേരിക്കയിൽ ചെന്നുകൊണ്ട് ചെയ്യാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ പഠനരംഗത്ത് വിദ്യാർത്ഥികൾ വളർന്നു വരുമ്പോൾ അവർ രാജ്യത്തിന് ഉപകരിക്കുന്ന, സമൂഹത്തിന് കൂടുതൽ ഗുണം കിട്ടുന്ന രീതിയിലുള്ള റെലവൻ്റായ സബ്ജക്റ്റുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് PhD ചെയ്യിക്കുക എന്നതാണ് മദീനത്തുന്നൂർ ഫോക്കസ് ചെയ്യുന്നതും അതിന് ഗൈഡൻസ് കൊടുക്കുന്നതും. ആ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 40 ചില്ലാനം ആളുകൾ PhD സ്കോളേഴ്സ് ഉണ്ട്. 12 പേര് ഓൾറെഡി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഈ ഇൻ്റർനാഷണൽ റിലേഷൻസ് എന്ന് പറയുന്നത് വളരെ കാലികവും എന്നും റെലവൻറ്റുമായിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഇസ്രായേലും മായുള്ള ബന്ധത്തെ എങ്ങനെയാണ് മുസ്ലിം പണ്ഡിതന്മാർ നോക്കിക്കാണുന്നത് എന്നായിരുന്നല്ലോ അല്ലേ? അതായിരുന്നു ടോപ്പിക്ക്. അപ്പോൾ ആ ഒരു തിസീസിലുണ്ടായ പഠനവും അതിനെ തുടർന്ന് ഇപ്പോൾ വരാൻ പോകുന്ന പഠനത്തെയും ഒന്ന് ഹ്രസ്വമായിട്ടൊന്ന് വിശദീകരിക്കാവോ? മദീനത്തുന്നൂറിൽ നിന്ന് ഈ ഒരു ഗൈഡൻസ് ഏത് രൂപത്തിലാണ് നമുക്ക് ഉപകാരപ്പെട്ടത് എന്നുകൂടെ ആളുകൾക്ക് അറിഞ്ഞാൽ കൂടുതൽ സന്തോഷം ഉണ്ടാകുമല്ലോ, ഉപകാരപ്പെടും. പിന്നെ ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒന്നാണ് ഏതെങ്കിലും രണ്ടാളുകൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ അതിനിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുക എന്നുള്ളത്. ഒന്നുകിൽ നിങ്ങൾ തന്നെ എന്താണ് ഏതെങ്കിലും പ്രശ്നം ഇങ്ങോട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്താക്കണം, മാപ്പ് കൊടുക്കണം, എന്നിട്ട് എന്താക്കണം, നല്ല സോൾവ് ആക്കണം. ഖിസാസ് പെർമിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സമയത്ത് പോലും അത് ക്ഷമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാപ്പ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതാണ് ഖൈർ. അള്ളാഹു അതിന് നല്ല പ്രതിഫലം നൽകും എന്നുള്ളതാണ് ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ 2 ഗ്രൂപ്പുകൾ പ്രശ്നം ഉണ്ടായാൽ, 2 ഗോത്രങ്ങൾ പ്രശ്നം ഉണ്ടായാൽ അതിനിടയിൽ പരിഹാരം ഉണ്ടാവും. ഒന്നുകിൽ പരസ്പരം സംഭാഷണം നടത്തിക്കൊണ്ട് നെഗോസിയേഷൻ, അല്ലെങ്കിൽ ഒരു മൂന്നാമത് പാർട്ടി, ഒരു തേർഡ് പാർട്ടി മീഡിയേഷനിലൂടെയാണ് പ്രശ്നപരിഹാരങ്ങൾ അധികം ഉണ്ടാവുക. അങ്ങനെ ഒരുപാട് വർക്കുകൾ നടന്നിട്ടുണ്ട്. പിന്നെ മസ്ലഹത്ത്, സുൽഹ്, ആ രൂപത്തിലുള്ള ഒരുപാട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ അധികം പഠനം നടക്കാത്തൊരു മേഖലയാണ് രാഷ്ട്രങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് ഇസ്ലാമിൻ്റെ ഈ മസ്ലഹത്തിൻ്റെ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റുക. ഉദാഹരണത്തിന് ഒരുപാട് പലസ്തീനികളെ ഇസ്രായേൽക്കാർ കൊന്നു. ഇപ്പം ഇസ്ലാം മാപ്പ് കൊടുക്കാൻ പറയുന്നുണ്ട്. ഒരു പലസ്തീൻ ലീഡർക്ക് ഓക്കെ നിങ്ങൾ കഴിഞ്ഞതൊക്കെ മാപ്പ് നൽകി എന്ന് പറയാൻ അവകാശമുണ്ടോ? അതിന് പണ്ഡിതന്മാർക്കൊരു പെർസ്പെക്റ്റീവ് ഉണ്ടാവുമല്ലോ. കഴിഞ്ഞതെല്ലാം ഓക്കെ, ഇനി മുതൽ നിങ്ങൾ കൊല്ലാതിരുന്നാൽ മതി, കഴിഞ്ഞതിനെല്ലാം മാപ്പ് നൽകുന്നു. ആ രൂപത്തിൽ കഴിഞ്ഞ തെറ്റുകളെല്ലാം അഫൂവ് ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടോ? പണ്ഡിതന്മാർ വ്യത്യസ്തമായിട്ട് നോക്കിക്കാണുന്നു. ചില പണ്ഡിതന്മാർ ഹുദൈബിയ റെഫർ ചെയ്തുകൊണ്ട് പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് പുറത്താക്കിയതായിരുന്നു, എന്നിട്ടും എന്താക്കി, അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം മാപ്പ് കൊടുത്തു. ചില സഹാബികൾക്ക് പെട്ടെന്ന് അത് ദഹിക്കാൻ പറ്റിയിരുന്നില്ല, എന്നിരുന്നാൽ പോലും അതെന്തായി, വലിയൊരു ഫതഹിലേക്ക് നയിച്ചു. അപ്പം മാപ്പ് കൊടുക്കുകയാണെങ്കിൽ അള്ളാഹു എല്ലാവിധ ഹൈറും നൽകും എന്നാണ് അതിൽ നിന്ന് തെളിയുന്നത് എന്നുള്ളത്. അപ്പോൾ സിമിലറായിട്ട് ഇസ്രായേൽ നാടിൽ നിന്ന് പുറത്താക്കപ്പെട്ടതാണ് പലസ്തീനികൾ. അപ്പം ഇസ്രായേലിന് അതുകൊണ്ട് എന്താക്കാം, മാപ്പ് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ പിന്നെ പലസ്തീനികൾക്ക് ഫൈനൽ വിജയം ഉണ്ടാകുമെന്ന് പറയും. അതാണ് ചിലരുടെ കാഴ്ച. പക്ഷേ ചിലർ നേരെ ഓപ്പോസിറ്റ് പറയും, മക്ക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുറത്താക്കിയ ജനങ്ങളും ആ നാട്ടുകാർ തന്നെയാണ്, പലസ്തീനികൾ അങ്ങനെയല്ല, പുറത്തുനാട്ടുകാർ വന്നിട്ട് ഇവരെ പുറത്താക്കുകയാണ് ചെയ്തത്. ഈ നാട്ടുകാരായിരുന്നില്ല ഇസ്രായേലികൾ. അപ്പോൾ ഈ വ്യത്യാസം പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വൈജാത്യങ്ങൾ ഉണ്ടാകും. ആ വൈജാത്യങ്ങളൊക്കെ അന്വേഷിച്ച് അത് ക്രോഡീകരിക്കുകയാണ് ഈ റിസർച്ച് പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ളത്. ഈ വീക്ഷണങ്ങൾ നോക്കാൻ ഓഫ് കോഴ്സ് അറബിക്ക് അറിയണമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. കാരണം നമുക്കൊരു തേർഡ് പാർട്ടി റെഫറൻസ് വെച്ചിട്ട് ഇതിനെ ഒരിക്കലും അനലൈസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ പണ്ഡിതന്മാർ ഓരോ ഉപയോഗിക്കുന്നത്, അവർ റെഫർ ചെയ്ത ടെക്സ്റ്റുകൾ, അവർ ഖുറാനിൽ ഇൻ്റർപ്രറ്റ് ചെയ്ത ഇത്, അപ്പോൾ എല്ലാ തഫ്സീറുകളും നമ്മൾ നോക്കേണ്ടി വരും. ഇപ്പോൾ ഏതെങ്കിലും ഖുറാനിലെ സൂറത്ത് ഇവരൊന്ന് റെഫറൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സെയിം സൂറത്തിനാണ് വ്യത്യസ്തമായിട്ട് ഇൻ്റർപ്രിട്ടേഷൻ നടക്കുക. അപ്പോൾ പഴയ കാലത്തെ തഫ്സീറുകൾ നമ്മൾ നോക്കേണ്ടി വരും, ഫിഖ് ടെക്സ്റ്റുകൾ നോക്കേണ്ടി വരും. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് എന്നുള്ളത്. അതിൽ നിന്നെല്ലാം ഇത്തരം ഒരു ആധുനിക റിസർച്ചിന് ആവശ്യമായ റിസോഴ്സുകൾ കിട്ടുന്നു എന്നുള്ളതാണ് പ്രത്യേകത. വൈൻ ത്വായിഫത്താനി മിനൽ മുഅ്മിനീന ഖതതലു ഫഅസ്ലിഹു ബൈനഹുമാ. ഇപ്പോൾ മസ്ലഹത്ത് ഉണ്ടാക്കുക എന്ന് പറയുന്ന ഇസ്ലാമിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിളിനെ
എടുത്തുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളും അതിന് മുന്നോട്ട് വരുന്നു. റീസെൻ്റ്ലി UAEയും ഖത്തറും തമ്മിൽ ചെറിയ പിണക്കം ഉണ്ടായപ്പോൾ കുവൈത്ത് അതിൻ്റെ ഇടയിൽ ഇടപെട്ടുകൊണ്ട് മാധ്യസ്ഥം പറഞ്ഞു. അതുപോലെ മറ്റു പല രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ മസ്ലഹത്താക്കാൻ വേണ്ടി മുസ്ലിം രാജ്യങ്ങൾ ശ്രമിക്കുന്നതെല്ലാം തന്നെ ഈ ഒരു കാഴ്ചപ്പാടിലാണ്. പരമാവധി സമാധാനം ഉണ്ടാവുക, കലഹങ്ങളില്ലാതിരിക്കുക എന്നതിന് ഇസ്ലാം പ്രാധാന്യം കൊടുക്കുന്നു എന്നത് ചരിത്രപരമായി തന്നെ വായിക്കാൻ കഴിഞ്ഞു എന്നാണ് അല്ലേ പറയുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയിട്ട് ഏറ്റവും ആദ്യം ചെയ്തത് അവിടെ ഒരു പള്ളി ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഉടനെ ചെയ്തത് അവിടെയുള്ള ജൂയിഷുമായിട്ട് സമാധാനക്കാരാണ്. അപ്പോൾ അള്ളാഹു ഇബാദത്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമായിട്ട് ആളുകൾ എന്താക്കുന്നത് മറ്റു എല്ലാ ഗ്രൂപ്പുകളായിട്ടും സമാധാന കരാർ ഉണ്ടാക്കുന്നതിനെ നോക്കിക്കാണുന്നുണ്ടോ? ഇപ്പോൾ അമേരിക്കയിലേക്കാണല്ലോ പോകുന്നത്. പടിഞ്ഞാറൻ രാജ്യങ്ങൾ പൊതുവെ പഴയ കാലത്തൊക്കെ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ, മോശമായ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ പടിഞ്ഞാറ്, ഇസ്ലാമിനെതിരായുള്ള എന്ത് കാര്യം പറയുമ്പോഴും വെസ്റ്റേൺ, പടിഞ്ഞാറ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്ന് സമ്പന്നമായ ഇസ്ലാമിക സംസ്കാരം, സൂഫി ജീവിത ശൈലികൾ എല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളെന്ന് പറയുന്നത്. യൂറോപ്പും അമേരിക്കയും മറ്റുമെല്ലാം നിറയെ മസ്ജിദുകളുണ്ട്, മദ്രസകളുണ്ട്, ഇസ്ലാമിക പാഠശാലകളുണ്ട്. താടിയും തലപ്പാവും വെച്ച് വളരെ മനോഹരമായി മറ്റെല്ലാ മതക്കാരോടും ഇടപഴകിക്കൊണ്ട് തന്നെ ജീവിക്കുന്നു എന്നുള്ള സെക്യുലർ രാഷ്ട്രങ്ങളിൽ സമാധാനപരമായി ജീവിക്കുന്ന മുസ്ലിംകൾക്ക് വലിയ സപ്പോർട്ട് നൽകുന്നു. തുറന്ന ലോകമാണെന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ സമീർ ആദ്യമായിട്ടാണല്ലോ പടിഞ്ഞാറോട്ട് പോകുന്നത്. അപ്പം അവിടെ നമ്മളിവിടെ ഉള്ളതിനേക്കാളേറെ നന്നായി ഇസ്ലാം ആയി ജീവിക്കാനും ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കാനും അവർക്ക് കൂടുതൽ അവസരം കൊടുക്കുന്നുണ്ട്. അതിലേക്കുള്ള ഒരു പ്രവേശനം കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ യാത്ര കൊണ്ട് ലഭിക്കുന്നത്. ഇപ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മർക്കസിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട് വർഷങ്ങളേറെയായി. നമ്മുടെ സെൻറ്ററുകൾ തന്നെ ഇന്ന് പല രാഷ്ട്രങ്ങളും വരികയാണ്. അതിൻ്റെയൊക്കെ ഒരു പ്രധാന ഉദ്ദേശ്യവും നമ്മുടെ കേരളക്കരയിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഒരു സൗഹാർദ്ദ അന്തരീക്ഷവും ചരിത്രപരമായ ഈ സൗഹാർദ്ദത്തിലൂടെയുണ്ടായ പുരോഗതിയും അത് മറ്റു രാജ്യങ്ങളിൽ സാംസ്കാരികമായി പകർന്നു കൊടുക്കുക. അത്തരം രാജ്യങ്ങളിലൊക്കെ സൂഫി പാരമ്പര്യങ്ങളിലൂടെ വളർന്നു വന്നിട്ടുള്ള ആ ഒരു സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷത്തിലെ ഗുണങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരിക, ഇതെല്ലാം അതിൻ്റെ ഒരു ലക്ഷ്യമായി നിൽക്കുന്നതാണ്. കാരണം ഒരു മുസ്ലിമിനെ കൊണ്ട് എല്ലാവർക്കും ഉപകാരം കിട്ടണം. ജാതിയും മതവും നോക്കാതെ, രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾ നോക്കാതെ എല്ലാവർക്കും ഉപകാരം കിട്ടുന്നതിലേക്ക് മുസ്ലിം എത്തിച്ചേരുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ അമേരിക്കയിലേക്കുള്ള ഈ ഒരു യാത്ര ആ നിലക്കുള്ള പഠനത്തിനും മുന്നോട്ടുള്ള ഗമനത്തിനും ഉപകരിക്കട്ടെ എന്നുകൂടെ ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സമീറിൻ്റെ പിൻഗാമികളായി ഇനിയും മദീനത്തുൻ നൂറിൻ്റെ മക്കളിൽ നിന്ന് പുതിയ ഫുൾ ബ്രൈറ്റ് ഫെലോസും അതുപോലെ മറ്റ് PDF-ലൊക്കെ ധാരാളം ആളുകൾ ഇനിയും വരുന്ന നാളുകളിൽ കാണും. അതുതന്നെയാണ് മദീനത്തുൻ നൂർ പ്രതീക്ഷിക്കുന്നതും മദീനത്തുൻ നൂർ അതിൻ്റെ കാഴ്ചപ്പാടും അത് തന്നെയാണ്. ഇപ്പോൾ ഉസ്താദ് പറഞ്ഞതുപോലെ ഇപ്പം ഇസ്ലാം വെസ്റ്റ് എന്നുള്ള രണ്ട് ബൈനറി ആയി കാണുന്ന രൂപം മുസ്ലിം ലോകത്തുമുണ്ട്, അതുപോലെ തന്നെ വെസ്റ്റേൺ രാഷ്ട്രങ്ങളിലുണ്ട്. ഇപ്പോൾ മുസ്ലിം ലോകത്താണ് വെസ്റ്റ് എന്ന് പറഞ്ഞാൽ തീരെ സംസ്കാരം ഇല്ലാത്തവരാണ്, വളരെ മോശമാണ്, അങ്ങനെ മോശമായി കാണുന്ന അത് ആ രൂപത്തിൽ തന്നെ അങ്ങനെയുള്ളവർ ഉണ്ടായിരുന്നു. ഇപ്പോഴും പലരും ചെയ്യുന്നത് ആ രൂപത്തിലാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ മുസ്ലിം ലോകം എന്ന് പറഞ്ഞാൽ തീരെ ചിന്തിക്കാത്തവരാണ്, ബുദ്ധിയില്ലാത്തവരാണ്, തീരെ വളരെ ബാക്ക്വേർഡാണ് ചിന്തിക്കുന്ന വെസ്റ്റേൺ ലോകം അങ്ങനെയുണ്ട്. ഈ ഒരു ബൈനറിയെക്കുറിച്ച് ഇപ്പോൾ ഓറിയൻ്റലിസം എന്നുള്ള ടെക്സ്റ്റിൽ ഇപ്പോൾ എഡ്വാർഡ് സൈഡ് ഒരുപാട് എങ്ങനെയാണെന്നാണ് ഈസ്റ്റ് എന്നത്, അതായത് അറബ് ലോകം എന്നുള്ളത്, അതായത് മുസ്ലിം ലോകം എന്നുള്ളത് ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് എന്നുള്ളത് അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് അത് തന്നെയാണ്. പക്ഷേ വെസ്റ്റ് ഇസ്ലാം രണ്ടും ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നുള്ളതാണ് പലരും പറയുന്നത്. ജീവിത എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. ഇപ്പം വെസ്റ്റിൽ തന്നെ ഇപ്പോൾ 9/11 അറ്റാക്ക്, ടെററിസ്റ്റ് അറ്റാക്ക് നടന്ന ശേഷം സ്വാഭാവികമായിട്ടും ഇസ്ലാമോഫോബിയ വളരേണ്ട ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ വളരെ പാരഡോക്സിക്കലി അതിന് ശേഷമാണ് മുസ്ലിം ജീവിതം കുറച്ചുകൂടി അവിടെ സജീവമായത്. പൊളിറ്റിക്സിൽ മുസ്ലിങ്ങൾ സജീവമാകുന്നു, പിന്നെ കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു, അവിടുത്തെ ജനങ്ങൾ കൂടുതൽ ഇസ്ലാമിനെ അറിയാൻ കാരണമാകുന്നു, അവിടുത്തെ ഗവൺമെൻറ് തന്നെ ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിങ്ങളെക്കുറിച്ചും പഠിക്കാൻ കൂടുതൽ ഫണ്ട് ചെലവഴിക്കുന്നു.
അപ്പം നമുക്ക് ഇപ്പോൾ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ ഇപ്പം പലപ്പോഴും ഇസ്ലാമോഫോബിയ അല്ലെങ്കിൽ കമ്മ്യൂണൽ പോളറൈസേഷൻ നടക്കുന്ന സമയത്ത് അവിടെ വ്യത്യസ്തമായിട്ടുള്ള എത്നിക് ഗ്രൂപ്പുകളിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ അവിടെയുള്ള മുസ്ലിങ്ങൾ വളരെ ചെറിയ പെർസെൻറ്റേജേ ഉള്ളൂ. ആ മുസ്ലിങ്ങൾ തന്നെ അറബികൾ, സൗത്ത് ഏഷ്യയിലുള്ളവർ, ആഫ്രിക്കൻസ്, വ്യത്യസ്തമായിട്ടുള്ള എത്നിക് ഗ്രൂപ്പാണ്. എന്നിട്ട് പോലും ഇവർക്കിടയിലുള്ള ഒരു സൗഹാർദ്ദവും മറ്റു മതക്കാരുമായിട്ടുള്ള സൗഹാർദ്ദവും എങ്ങനെയാണ് ഇസ്ലാമോഫോബിയ ചെറുക്കുന്നതിൽ ഇവർ വിജയിച്ചത് എന്നതൊക്കെ നമുക്ക് ഒരുപാട് പാഠങ്ങൾ അതിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നുള്ളതാണ് അവിടെ പോകുമ്പോൾ മനസ്സിലാവുന്നത്. ഇതൊക്കെയാണ് അവിടെ പോകുമ്പോൾ അവിടുത്തെ മുസ്ലിം ലൈഫ് പഠിക്കുന്നേരം പ്രതീക്ഷിക്കുന്നതും അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്തൊക്കെയാണ് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ പറ്റുന്നുള്ളതും മറ്റൊക്കെ. എന്തായാലും 10ാം ക്ലാസ്സിന് ശേഷമാണ് ഉസ്താദിനെ അടുത്തറിയുന്നതും പരിചയപ്പെടുന്നതൊക്കെ. പക്ഷെ അതിന് ശേഷം ഇന്ന് വരെയുള്ള ലൈഫിൽ ഇനി ഭാവിയിലും ഓരോ സമയത്തും വ്യത്യസ്ത മേഖലയെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും പ്രചോദനം തന്ന് ഓരോ അച്ചീവ്മെൻറ്റ്സിനും എല്ലാവിധ പ്രോത്സാഹനങ്ങളും തന്ന് പുതിയ വിഷയങ്ങളെ പിന്നെ അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫിഖ് ടെക്സ്റ്റുകൾ പഠിക്കുന്ന സമയത്ത് ആധുനിക വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠിക്കാൻ പ്രചോദനം തന്നതൊക്കെ ഉസ്താദ് അവർകൾ തന്നെയാണ്. എല്ലാവിധ സന്തോഷവും ഈ സമയത്ത് ഉസ്താദുമായിട്ട് സംസാരിക്കാൻ ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിയത്.